ഈ വർഷത്തെ വാവ് ഇതുവരെ ബലിയിടാത്തവരും കേൾക്കുന്നവരും കാണുന്നവരും അത് നമ്മുടെ കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്കായി അത് ചെയ്ത്. നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദമ്പുരി. ഈ വർഷത്തെ കർക്കിടക വാവുബലി എന്ന് പറയുന്നത് കർക്കിടക മാസം 27-ാം തീയതി ഓഗസ്റ്റ് മാസം 12-ാം തീയതി കൂടെ വരുന്ന ദിവസമാണ്. നമ്മൾ ബലിയിടുന്നവർ, നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് ആരൊക്കെ എങ്ങനെയൊക്കെ ബലിയിടണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ബലിയിടുന്ന ആൾക്കാർ തലേ ദിവസവും, അതായത് ഈ പറയുന്ന വാവിൻ്റെ അന്നും വാവിൻ്റെ തലേ ദിവസവും നിർബന്ധമായിട്ട് നോൺ വെജിറ്റേറിയൻസ് ഫുള്ളായിട്ട് ഒഴിവാക്കണം. ശരിക്കും നിയമം പറഞ്ഞാൽ ഉള്ളി പോലും കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ഉള്ളി, വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങൾ പോലും കഴിക്കരുത് എന്നാണ് നിയമം. ഞാൻ അത്രയും നിർബന്ധം പിടിക്കുന്നുണ്ടെങ്കിലും മദ്യവും മാംസവും പൂർണ്ണമായി ഒഴിവാക്കുന്ന ഒരവസ്ഥാവിശേഷം നമ്മൾ ഉണ്ടാവണം, നമ്മൾ ചെയ്യണം. അതാണ് പൂർണ്ണമായ ആ 2 ദിവസവും അങ്ങനെ തന്നെയായിരിക്കണം. തലേ ദിവസം പൂർണ്ണമായി ഒരിക്കലായിരിക്കണം. തലേ ദിവസം രാവിലെ കുളിക്കണം. ആദ്യം രാവിലെ എണീറ്റ് കട്ടൻ കാപ്പി കുടിക്കാൻ നിൽക്കണ്ട, രാവിലെ എണീറ്റ് കുളിച്ചിട്ട് അന്ന് ഒരിക്കലെന്നാണ് പറഞ്ഞത്. ഈ ഒരിക്കലെന്ന് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ തലേ ദിവസത്തെ വൈകുന്നേരത്തെ ഭക്ഷണം മാത്രമാണ് ശ്രദ്ധിക്കാറ്. പക്ഷേ കർക്കിടക വാവുബലിക്ക് ഒക്കെ ഇടുമ്പം തലേ ദിവസം ഒരിക്കലെന്ന് പറഞ്ഞാൽ തലേ ദിവസം തന്നെ രാവിലെ, വാവിൻ്റെ തലേ ദിവസം രാവിലെ കുളിച്ച് അടുത്തുള്ള ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തി നമ്മുടെ സാധാരണ നാമജപാദികളൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ചോറുണ്ട്, വേണമെങ്കിൽ ഉണ്ണാം. അത് വെജിറ്റേറിയൻ ആയിട്ട് ഉണ്ടാം. ഉണ്ടിട്ട് ഉച്ചയോടുകൂടി അരിയാഹാരം മുഴുവൻ നിർത്തിയിട്ട് വൈകുന്നേരം വേണേൽ ഉപവാസമായിട്ടെടുക്കാം. ഒന്നും കഴിക്കാതിരിക്കാം. ഒരു രക്ഷയില്ലാത്തവർക്ക് പഴവർഗ്ഗാദികൾ കഴിക്കാം, കരിക്ക് കഴിക്കാം, കരിക്കിൻ്റെ വെള്ളം കഴിക്കാം. അങ്ങനെ വൈകുന്നേരം പൂർണ്ണമായ ആഹാരം ഒഴിവാക്കുന്നവർ ഒഴിവാക്കുക. ഇല്ലെങ്കിൽ അരിയാഹാരം, ദോശ, ഇഡലി, അരി, ചോറ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കണം. ഇതാണ് ഒരിക്കലിൻ്റെ ദിവസം ചെയ്യേണ്ടത്. ഈ എന്താ പറയണേ, വൈകുന്നേരങ്ങളിൽ തലേ ദിവസം വൈകുന്നേരങ്ങളിൽ നമ്മുടെ മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും പിതാമഹന്മാരെയും മുത്തശ്ശിമാരെയും ഒക്കെ ആയിട്ട് അവരെയൊക്കെ നമ്മളൊന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ആ ചടങ്ങിലേക്ക് കടക്കുകയാണ്. അല്ലെങ്കിൽ നാളെ അവരൊക്കെല്ലാം നമ്മൾ സ്മരിക്കുന്ന ദിവസമാണ്. അവരുടെ അനുഗ്രഹങ്ങളെല്ലാം നമ്മളുടെ കുടുംബത്തും പരമ്പരയിൽ ഉണ്ടാകണം എന്നൊക്കെ നമ്മുടെ പിതൃജനങ്ങളോടൊക്കെ ഒന്ന് തലേ ദിവസം പ്രാർത്ഥിച്ച് അത്യാവശ്യം നന്നായി സമയമെടുത്ത് നാരായണനാമമൊക്കെ ജപിച്ച് വൈകുന്നേരം കുറേ നാരായണനാമങ്ങളൊക്കെ ജപിക്കാം. നമഃശിവായ ജപിക്കാം. ഇത് രണ്ടും ജപിക്കാം. നാരായണനാമത്തിന് മോക്ഷത്തിലേക്കുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് നാരായണനാമം കൂടുതലായിട്ട് ജപിച്ച് അങ്ങനെ ആ ഒരിക്കലിൻ്റെ അന്ന് പരിപാവനമായ ശുദ്ധമായി എടുക്കുക. പിറ്റേ ദിവസം രാവിലെ വാവിൻ്റെ അന്ന്, ഇപ്രാവശ്യത്തെ വാവിൻ്റെ അവിടുന്ന് ഏകദേശം നമ്മൾ ഒരു 3 മണിക്ക് ശേഷം നമുക്ക് ബലിയിട്ട് തുടങ്ങാം. അത് ഏകദേശം ഉച്ച വരെ ബലിയിടാം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ബലിയിടുക എന്നുള്ളതാണ്. പണ്ടത്തെ നിയമം അനുസരിച്ചാണ് മുങ്ങിക്കുളിച്ച് ശുദ്ധമായി ബലിയിടണം. ഇതാണ് നിയമം. ഇപ്പം അതൊന്നും പറ്റില്ല. സ്നാനം പഞ്ചവിധം പുറത്തും, കയ്യും കാലും മുഖം ഒക്കെ കഴുകി ഒന്ന് വെള്ളമൊക്കെ തളിച്ച് കുളിച്ചു എന്നുള്ള സങ്കല്പത്തിൽ അല്പം നെറുകയിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് വേണം ബലിക്കിരിക്കാനായിട്ട്. വളരെ ആ ബലി അങ്ങനെ വേണം നമ്മൾ അതിനകത്ത് ഇരിക്കാൻ. പൗത്രങ്ങളൊക്കെ ഇട്ട് ബലിയൊക്കെ ഇട്ടിരുന്ന് ബലിയൊക്കെ ഇട്ട് ഈ ബലിക്ക് ചെല്ലുമ്പോഴോ നമ്മൾ ബലിക്കിരിപ്പോൾ തലേ ദിവസം ഒരുപാട് പേര് ഇപ്പോൾ ആലുവ ശിവരാത്രി ആലുവ മഹാദേവൻ്റെ സവിധത്തിൽ, അങ്ങനെ നമ്മുടെ ചേലാമറ്റം, തിരുവനന്തപുരം സൈഡിലാണെങ്കിൽ പാപനാശനം, അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ തലേ ദിവസം തന്നെ ആൾക്കാർ താമസിക്കാൻ ചെല്ലാറുണ്ട്. തലേ ദിവസമൊക്കെ അവിടെ ഹോൾട്ട് ചെയ്തിട്ട് ബലിയിടാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ പരമാവധി ആ ക്ഷേത്ര സമുച്ചയത്തിൽ ഇരുന്ന് നാമജപാദികൾ ചെയ്യുക. നിങ്ങൾ കുളിച്ച് ബലിക്ക് തയ്യാറായി കഴിയുമ്പോൾ നിങ്ങൾ ആ ബലിയിടുന്ന ആ നിമിഷം വരെ എന്തൊക്കെ നാമം ജപിക്കാവോ അതൊക്കെ ജപിക്കുക. അത് ഏതെങ്കിലും ക്ഷേത്ര പരിസരത്തിലാണെങ്കിൽ ആ ക്ഷേത്ര പരിസരത്തിലുള്ള ആ ക്ഷേത്രത്തിലെ ഭഗവാനെ മനസ്സിൽ ധരിച്ചുകൊണ്ട്, മഹാദേവൻ്റെ അമ്പലമാണെങ്കിൽ നമഃശിവായ, മഹാവിഷ്ണുവിൻ്റെ അമ്പലങ്ങളാണെങ്കിൽ ഈ 2 അമ്പലങ്ങളാണ് കൂടുതലായിട്ട് ഇങ്ങനെയൊക്കെ കാണുന്നത്. ആ ഭഗവാന്മാരെ ധരിച്ച് നാമജപാദികൾ ചെയ്യാം. അതിനുശേഷം ബലിക്കിരുന്ന് ബലി അവസാനിപ്പിക്കുക. ബലി ഇട്ടതിന് ശേഷം ബലി കഴിഞ്ഞല്ലോ എന്നാൽ ഉച്ചയ്ക്ക് കേമായിട്ട് വേണ്ട. അന്നത്തെ ദിവസം ശുദ്ധമായിട്ടങ്ങ് പോക്കോട്ടെ ബലിയുടെ അന്ന്. അതാണ് അതിൻ്റെ കാര്യം. കാരണം അന്നത്തെ ഒരു പുണ്യ ദിവസമാണ്.
കേമായ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പൊക്കോട്ടെ. എന്നുവെച്ചാൽ ഒരിക്കലൊന്നും എടുക്കണമെന്നില്ല, പക്ഷേ വെജിറ്റേറിയനായിട്ട് തന്നെ അന്ന് പോവുക. കാരണം ബലിയിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട. അന്ന് പുണ്യമായൊരു ദിവസവും കൂടിയാണ്. ആ ദിവസത്തിൻ്റെ പ്രാധാന്യം ഉണ്ടല്ലോ. ഇപ്പോൾ ഏകാദശി എടുക്കുമ്പോൾ 24 മണിക്കൂർ വരുമല്ലോ എന്ന് പറഞ്ഞ പോലെ ആ വാവിൻ്റെ ഫുൾ ഡേ അന്നത്തെ ദിവസവും പരമാവധി വെജിറ്റേറിയൻ ആയിട്ട് ഇരിക്കാൻ തീരുമാനിക്കുക. പിറ്റേ ദിവസം കഴിച്ചാൽ മതി. ഒരു ദിവസമല്ലേ നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ബലിയിട്ട് അതേ ബലിയിട്ടിട്ട് അവിടുന്ന് അതേപോലെ എണീറ്റ് വന്നിട്ട് നേരെ ആ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലെ ദർശനം അതൊന്ന് ആലോചിച്ചിട്ട് ചെയ്യുക. കാരണം എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപകർമ്മങ്ങളിൽ പെടുന്ന, അതായത് ബലികർമ്മങ്ങളിൽ പെടുന്ന പിതൃകർമ്മങ്ങൾ ചെയ്തതിന് ശേഷം ക്ഷേത്ര ദർശനം വേണോ എന്ന് ചോദിക്കുക. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പറ്റുവാണെങ്കിൽ അയാൾ ജലാശയത്തിലൊന്ന് മുങ്ങി കുളിച്ചിട്ട് ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുക. അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഉത്തമമായ കാര്യങ്ങൾ. പിന്നെ പഴയ കാലത്തൊക്കെ നമ്മൾ പറയാറുണ്ട്, ഈ സ്ത്രീകൾ എന്താ പറയുക കിഴക്കോട്ട് ബലിയാവണം, പുരുഷന്മാർ തെക്കോട്ട് ബലിയാവണം എന്നൊക്കെ. അതൊന്നും ചിലപ്പോൾ ഈ ബലിസ്ഥലത്ത് നടന്നെന്ന് വരികയില്ല. കാരണം എങ്ങോട്ടാണോ വെള്ളം ഒഴുകണേ, എങ്ങോട്ടാണോ ബലിത്തറ കെട്ടിയേക്കണേ അങ്ങോട്ട് ഇരുന്ന് കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സങ്കല്പത്തിൽ മനസ്സുകൊണ്ടൊക്കെ അങ്ങനെയായിട്ട് തന്നെ കഴിക്കുക, അതാണ് പറയാനുള്ളത്. പിന്നെ ബലിയിടുമ്പോൾ പരമാവധി കണ്ടുള്ള മുഖങ്ങളെയെല്ലാം മനസ്സിൽ ധ്യാനിക്കുക, കാണാത്ത മുഖങ്ങളെയെല്ലാം മനസ്സിൽ നമ്മൾ സ്മരിക്കുക. എൻ്റെ ആ കുടുംബത്തിലെ എൻ്റെ തലമുറകളിൽപ്പെട്ട എൻ്റെ സമസ്ത പിതൃക്കൾക്കും ആ സമസ്ത പിതൃക്കളുടെയും അനുഗ്രഹം കൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ പരമ്പരയും അവരുടെ അനുഗ്രഹം കൊണ്ട് പുണ്യമാക്കണേ, നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകണേ എന്നുള്ള ആ ഒരു സങ്കല്പിച്ചുകൊണ്ട് അവർക്ക് ഒരു നേരത്തെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന ആ സമ്പ്രദായത്തിൽ, വളരെ ഗംഭീരമായി നിൽക്കുന്ന ഒരു ഭക്ഷണം കൊടുക്കുന്ന സമ്പ്രദായത്തിൽ മനസ്സുകൊണ്ട് പിതൃലോകത്തെ സമർപ്പിച്ച് പതുക്കെ നിങ്ങൾ ഇടുക. ധൃതി ഒന്നും പിടിക്കണ്ട. പുറയിൽ ആൾക്കാർ ക്യൂ നിൽക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ അതൊന്നും ഇരിക്കണ്ട. നിങ്ങളുടെ ആ 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റാണ് ഒരു ബലിക്ക് കിട്ടുന്ന സമയം. അപ്പോൾ സങ്കല്പത്തിൽ ആ പിതൃക്കളെ മുഴുവൻ, നിങ്ങളുടെ കുടുംബത്തെ സമസ്ത പിതൃക്കളെയും സങ്കല്പിച്ച് ആ പിതൃക്കൾക്ക് മുഴുവൻ പുണ്യമാകുന്ന കർമ്മം ചെയ്യാൻ എനിക്ക് അനുഗ്രഹം കിട്ടി എന്നുള്ളതിൽ ആ അനുഗ്രഹത്തിലൂടെ എൻ്റെ പരമ്പരയും എൻ്റെ കുടുംബത്തെയും സർവ്വഭാഗ്യങ്ങളും സിദ്ധിക്കുന്നു സങ്കല്പത്തിൽ. അതേ സങ്കല്പത്തിൽ തന്നെ അന്ന് ബലിയിടുക. അങ്ങനെ ബലിയിട്ടുകൊണ്ട് ആ ബലി അവസാനിപ്പിക്കുക. ബലി അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ ഫുൾ ദിവസമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. തലേ ദിവസത്തെ ഒരിക്കൽ മാത്രമല്ല, പിറ്റേ ദിവസം ഒരിക്കൽ മാത്രമാണ്. അതുപോലെ തന്നെ നമ്മൾ ബലിയിടാൻ പോകുന്നതിൻ്റെ തലേദിവസം പറ്റുവാണെങ്കിൽ നമ്മുടെ കുടുംബവും നമ്മുടെ പരിസരങ്ങളും എന്താ പറയണേ ഒക്കെ ഒന്ന് വൃത്തിയാക്കി സൂക്ഷിക്കാമെങ്കിൽ വളരെ നല്ലതാണ്. കാരണം അവർ ജനിച്ചതും അവർ വളർന്നതും അവർ ജീവിച്ചതും നമ്മുടെ പരിസരത്തൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണത്. കാരണം 7-ാം ദിവസം സഞ്ചയനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആളെ ദഹിപ്പിച്ച ഭൂമി, ആ ദഹിപ്പിച്ച ഭൂമി പൊതുവെ എന്താ പറയുക കൃഷിഭൂമിയായിട്ട് മാറ്റുവാണ്, വൃക്ഷങ്ങളൊക്കെ നട്ട്. എന്നിരുന്നാലും സാന്നിധ്യത്താൽ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് അവരെയൊക്കെ ഒരു പ്രത്യേക ദിവസം വരുന്ന കാരണം ശുദ്ധ വൃത്തിയാക്കി ഇടുക എന്നുള്ളൂ. കാരണം പണ്ടൊക്കെ കുടുംബങ്ങളിൽ വെച്ച ബലികളിലൂടെ കിടക്കണം. അപ്പോൾ പിതൃക്കൾ വരുമല്ലോ. അപ്പോൾ ഇപ്പോഴും അമ്പലത്തിൽ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ശുദ്ധ വൃത്തിയാക്കിയൊക്കെ ഇടുന്നത് വളരെ നല്ലതാണ്. വീടും പരിസരങ്ങളൊക്കെ തലേ ദിവസങ്ങളാണെങ്കിൽ നാമജപാദികൾ ഒരുപാട് ജപിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ രാമായണ മാസം ആയതുകൊണ്ട് രാമായണ പാരായണം ഉണ്ട് എന്ന് ഞാനങ്ങ് നിരീക്ഷിക്കുന്നു. അങ്ങനെ ഈ എന്താ പറയണേ ഈ വർഷത്തെ വാവ് ഇതുവരെ ബലിയിടാത്തവരും കേൾക്കുന്നവരും കാണുന്നവരും അത് നമ്മുടെ കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്കായി അത് ചെയ്ത് പുണ്യവാന്മാരാകുക എന്നാണ് പറയുന്നത്. പുണ്യമാരാകണം, അങ്ങനെയാണ് വേണ്ടത്. ഈ ബലിയിടാത്തവരുണ്ട്, ഇനി ബലിയിടാൻ പറ്റാത്തവരുണ്ട്. എന്ന് വെച്ചാൽ വിദേശത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെയുള്ളവർ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൽ പറഞ്ഞുതരാം, അടുത്ത ഞാൻ പറഞ്ഞുതരാം. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ശരീരശുദ്ധമുണ്ടെങ്കിൽ, നമ്മൾ നാട്ടിലുണ്ടെങ്കിൽ, നമുക്ക് എണീറ്റ് നടക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ഈ കർക്കിടക മാസത്തിലെ വാവുബലി എല്ലാവരും ചെയ്യണം. ചെയ്യാതിരിക്കരുത്. ഒരുപാട് ദൂരെയുള്ള മഹാക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റിയില്ല, തൊട്ടടുത്തുള്ളൊരു അമ്പലമാണെങ്കിലും അല്ല തൊട്ടടുത്തൊരു ബലിസ്ഥലമാണെങ്കിലും അവിടെ പോയി നമ്മൾ ബലിയിട്ടിട്ട് നമ്മുടെ കാരണവന്മാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ കർമ്മം നമ്മൾ ചെയ്യാതിരിക്കരുത്. ഇതും നമ്മുടെ ചെയ്യാതിരിക്കുന്നത് പോലും ഒരു പാപമാണ്. പലപ്പോഴും ജ്യോതിഷന്മാരുടെയൊക്കെ അടുത്ത് പോകുമ്പോൾ പിതൃദോഷമുണ്ടെന്ന് പറയില്ലേ. അതിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല കൃത്യമായി ബലി ഇടാതിരിക്കുന്നത് പോലും ഒരു പാപമാണ്. അതൊരു മഹാപാപം, അത് ദോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ജീവിതത്തിലെ ഒരു നിർണായക നാഴികക്കല്ലായി മനസ്സിലാക്കിക്കൊണ്ട് ഈ കർക്കിടക മാസത്തിലെ ബലി
കൃത്യമായി ചെയ്യുക, കൃത്യമായി ഇതാകുക. പ്രാർത്ഥന ശരിക്കും എത്രമാത്രം അവരെ പ്രാർത്ഥിച്ച്, അതായത് പലപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ കാണുന്നത്, അതായത് ഒരു പടാപടാവുന്ന അവർ അങ്ങോട്ട് നോക്കണു ഇങ്ങോട്ട് നോക്കണു, വർത്താനം പറയണു, ബലിക്കിടുന്നതനുസരിച്ച് എന്താ പറയണേ, ഒരു ചിരി കളി ബഹളമായിട്ട് ഒന്നും വേണ്ട. നിങ്ങൾ അങ്ങ് അവിടെ പോയിരിക്കുക. എന്താണോ ആചാര്യൻ പറയുന്ന മന്ത്രങ്ങൾ, ആചാര്യൻ പറയുന്ന രീതികൾ എങ്ങനെയാണോ, എപ്രകാരമാണോ തർപ്പിക്കേണ്ടത് അപ്രകാരം തർപ്പിച്ചുകൊണ്ട്, അപ്രകാരം മനസ്സിനെ ധ്യാനിച്ചുകൊണ്ട്, നമ്മുടെ സർവ്വ പരമ്പരയുള്ള പിതൃക്കളെയും സ്മരിച്ചുകൊണ്ട് അത്ര കൃത്യമായിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഏകാഗ്രമായിട്ട് നിന്ന് ആ കർമ്മം ചെയ്ത് പൂർത്തിയാക്കുക. അതിലൂടെ കിട്ടുന്ന മോക്ഷം ഭയങ്കരാണേ. നമ്മുടെ എത്ര പാപങ്ങളാണ് തീരാൻ പോണെന്നറിയോ, എന്തുമാത്രം പാപങ്ങൾ തീരുമെന്നറിയോ, അത്രയ്ക്ക് കേമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യത്തെ കർക്കിടക മാസം 27-ാം തീയതി വരുന്ന ബലി 3:30 ഇട്ട് തുടങ്ങാം. ആ ഇട്ട് തുടങ്ങുമ്പോൾ പ്രാർത്ഥന, മനസ്സ്, ഏകാഗ്രത ഇതെല്ലാം കൃത്യമായി വേണം. കാരണം ഇനി അടുത്ത വർഷം നമുക്ക് ആ മഹാഭാഗ്യം കിട്ടുള്ളൂ. ആ മഹാഭാഗ്യം തന്നെയാണ് നമ്മൾക്ക് അവർക്കൊരു നേരത്തെ അന്നം കൊടുക്കാൻ പറ്റുന്നത്. ആ അങ്ങനെ കൊടുക്കുന്ന സങ്കല്പത്തിൽ ആ മഹാഭാഗ്യത്തിന് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അതേ സങ്കല്പത്തിൽ അത് പൂർത്തിയാക്കി ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫലം അതൊന്നും പറയാൻ പറ്റാത്ത ഫലങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിനെ ഇത്ര കേമമായി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമായി അവതരണത്തിലൂടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാവരും നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു വലിയ പിതൃമോക്ഷം വരട്ടെ എന്ന് പ്രാർത്ഥനയോടെ നമസ്കാരം.